യൂട്യൂബിൽ കാണുന്ന പോലെ അല്ല. യൂട്യൂബർമാർ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കുന്നത് അത് വെറും പച്ച അപരാധം എന്ന് പറയാം. അതെ 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 അതെ, സ്ക്രീൻഷോട്ട് എടുത്തിട്ടും സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്തിട്ട് ആളുകൾ പുറത്ത് കൊണ്ടിരുന്നത് പച്ച അപരാധം തന്നെയാണ്. കറക്റ്റാ. രണസുന്നയുടെ കുറച്ച് സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ആണ് പുറത്തു വിടുന്നത്. അപരാധമാണ്, കാട്ടപരാധമാണ് എന്നൊക്കെയുള്ള ബോധം നിങ്ങൾക്കുണ്ടല്ലോ. പച്ച, മഞ്ഞ, വേറെ എന്തെങ്കിലും അപരാധം പറയാൻ പറ്റുമോ? വാളാങ്കണ്ടി അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ തന്നെ പറയാം. പച്ച അപരാധമാണ് അവന്മാർ കാണിക്കുന്നത്. എനിക്ക് കുഴപ്പമില്ല, അതെന്റെ പ്രൊമോഷനായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരിപ്പോഴും നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, അവരെന്നോട് സംസാരിക്കുന്നുണ്ട്. എനിക്കത് മതി. സന്തോഷം, എനിക്കത് മതി. ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഷെഫീന ബീവിയെ താഴ്ത്തിക്കെട്ടി പറഞ്ഞു, ഷെഫീന ബീവി പറഞ്ഞൊക്കെ നുണയാണെന്ന രീതിയിൽ പറഞ്ഞു എന്നൊക്കെ കമന്റ് ബോക്സിൽ കിടക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ വ്യക്തമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന സ്ത്രീ അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? വൃത്തികെട്ട ജോലിയാണ് ചെയ്യുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ തെളിവോട് കൂടിയിട്ട് ഫോട്ടോ, വീഡിയോ അങ്ങനെയുള്ള കാര്യത്തോടു കൂടി സംസാരിക്കുമ്പോൾ നമുക്കത് ആധികാരികമായിട്ടുള്ള ഒരു തെളിവാണെന്ന് പറയാം. ഇപ്പൊ അവർ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തെളിവായിട്ട് എടുക്കാൻ കഴിയില്ല. പിന്നെ മറ്റൊരു കാര്യം, ഞാനൊരു വക്കീലുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രാജ്യത്ത് ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തെ അട്ടിമറിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കുന്ന രീതിയിൽ കള്ളക്കടത്തോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്യുന്ന ആളുകൾക്കെതിരെ ശക്തമായിട്ട് തന്നെ നടപടിയെടുക്കും. പക്ഷേ ഇവിടെ എയർപോർട്ട് വഴിയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണല്ലോ ഈ ഒരു ശബ്ദത്തിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. എയർപോർട്ടുകളെല്ലാം കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിൽ വരുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാര് ഇതിൽ ഒത്താശ ചെയ്ത് കൊണ്ടുവരുന്നു എന്ന രീതിയിലാണ് ആ ശബ്ദ സന്ദേശം കിടക്കുന്നത്. അതുകൊണ്ട് ഒരു സ്വമേധയുള്ള ഒരു അന്വേഷണം എന്തായാലും നടക്കും. ഷെഫീന ബീവിയെ അവർ കോൺടാക്ട് ചെയ്യും. ഒരു പരാതി എന്ന രീതിയിൽ, ഇപ്പൊ ഡാനി സത്യം പറഞ്ഞതുപോലെ തന്നെ, ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ വൈകിയത് തന്നെ ആ ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി നിന്നതുകൊണ്ടാണെന്നുള്ളതാണ്. അതായത് ഈ ഒരു വിഷയത്തിൽ കൃത്യമായ അന്വേഷണം വരും. രണസുന ഇങ്ങനെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പോലും പണിയാണ്. പിന്നെ കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിനും ഒരു പണിയാണ്. സഖാവ് ആണ് ഞാൻ എന്നാണ് ഈ പറയുന്ന രണസുന പറയുന്നത്. അതുകൊണ്ട് പറയാണ്. കൂടാതെ കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്ത് നടപടി എടുക്കും എന്നൊക്കെ കണ്ടറിയാം. 8ന്റെ പണി കിട്ടും. ഇപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നതുകൊണ്ട് തന്നെ സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്തായാലും അവിടെ ബന്ധാവാനുള്ള സാധ്യതയുണ്ട്, അന്വേഷണ വിധേയമാവാൻ സാധ്യതയുണ്ട്. ഇത്രയും നേരമായിട്ട് രണസുന ആ ശബ്ദ സന്ദേശത്തിനെതിരായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അവർ ഭയപ്പെട്ട് മാറിയിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ വല്ല സത്യവുമുണ്ടോ എന്നൊരു കാര്യമാണ്. എന്നാലും ആ ഒരു ശബ്ദത്തിന്റെ ഉടമ പറഞ്ഞത് ഒരു അലിഗേഷൻ മാത്രമാണ്. അതിന് തെളിവായിട്ട് അവരെന്തെങ്കിലും കൊണ്ടുവരണം. തെളിവ് ഫോട്ടോയോ വീഡിയോയോ ആയിരിക്കണം, അല്ലെ? എന്നാലല്ലേ വിശ്വസിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ദൃക്സാക്ഷികൾ വേറെ വല്ല ആളുകളും വേണം. വരട്ടെ, അവരൊക്കെ വരട്ടെ. ഇന്ന് ഞാൻ 3 പോസ്റ്ററുകൾ രണസുന ഷെയർ ചെയ്യുന്നത് കാണുന്നു. മെഹനാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടേതാണ്. ഈ മെഹനു എന്തോ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരാളാണ് എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വന്തം ഭാര്യയുടെ മരണം അത് കൊലപാതകമാണെന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ഫോട്ടോ ഇവിടെ രണസുന ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സംശയമുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടില്ല. ചില ആളുകൾ പറയുന്നുണ്ട് നീ വെളുപ്പിക്കണ്ടെന്ന്. ഞാൻ ആരും വെളുപ്പിക്കുന്നില്ല. ഷെഫീന ബീവി പറഞ്ഞത് നുണയാണെന്ന് ഞാൻ പറയുന്നില്ല. സത്യം തെളിയട്ടെ, ബാക്കി കാണാം. ഇവന്മാരെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ലജ്ജയാണ് തോന്നുന്നത്. കാരണം വെറും വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടിയാണ് ഈ ചെറ്റകളായിട്ടുള്ള കുറച്ച് പേര് വ്ളോഗേഴ്സ്. വൃത്തികെട്ട പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വ്യക്തമായിട്ട് അവൾക്ക് അറിയാട്ടോ. വൃത്തികെട്ട പരിപാടിയിൽ നിന്ന് വൃത്തികെട്ട പരിപാടി ശരിയാണല്ലോ. നിങ്ങൾ വൃത്തികേടുകൾ കാണിക്കുന്നത് ഞങ്ങളെടുത്ത് ചെയ്യുമ്പോൾ അത് വൃത്തികേട് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. നല്ല ബോധ്യമുള്ളത് എന്തായാലും നല്ലതാണ്. ഇവന്മാരെ എന്റെ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ചെറ്റകള് അത് ആസ്വദിച്ചിട്ട് പുറത്തു വിടുന്നത്. ഇവന്മാരെ എന്താണ് പറയേണ്ടത്? എന്റെ പ്രൊമോഷനായിട്ട് ഞാൻ കാണുന്നു. എന്താണ് ചെറ്റ എന്ന് താങ്കൾക്ക് അറിയാമോ? താങ്കൾ ഒരിക്കൽ ഈ മരണപ്പെട്ട കൊല്ലം സുധിയും താങ്കളുടെ കുഞ്ഞും ഒത്തിട്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ വീട്ടിൽ നിന്നില്ലേ? ഒരു തുള്ളി വെള്ളം പോലും മഴ പെയ്താൽ പുറത്തു പോകാതെ അകത്ത് തളം കെട്ടി നിൽക്കുന്ന വീട്ടിൽ താമസിച്ചില്ലേ? അതിനെയാണ് ചെറ്റ എന്ന് പറയുക. ചെറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്ത ദരിദ്ര രേഖക്ക് താഴെയുള്ള പാവപ്പെട്ട ആളുകളെ വിളിക്കുന്ന വാക്കാ ചെറ്റ. എന്താ ചെയ്യാ, കുറച്ച് കായൊക്കെ ആയല്ലോ. പിന്നെ സ്വർണം അങ്ങനെ ഇങ്ങനെ കൊണ്ടുവരുന്നൊക്കെ അല്ലേ ചാച്ചി പറയുന്നത്. എന്തു ആവാല, നിങ്ങൾക്ക് എന്തു ആവാല. ശേഷം മൂത്താള് വിളിച്ചോ? ഇല്ല, ദുബായിൽ വെച്ച് വിളിച്ചായിരുന്നു ലാസ്റ്റ്. നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ, നമ്മൾ ഇതുവരെ ചിന്തിച്ച പോലെ അല്ലാത്തൊരു പെട്ടെന്നൊരു നമുക്കൊരു ഇത് വരുമ്പോഴത്തേനും നമ്മളത് സ്വയമായിട്ട് നമ്മൾ വിളിക്കാതെ ശല്യം ചെയ്യാതെ ഇരുന്നാൽ പോരെ. അതല്ലേ നല്ലത്. അതാണ് നിങ്ങൾക്കും നല്ലത്, അവനും നല്ലത്. കാരണം എന്താ വെച്ചാലേ, നിങ്ങളെ ഒഴിവാക്കി പോയാൽ അത്രയും സന്തോഷം എന്ന രീതിയിലാവും ഇപ്പം നിൽക്കുന്നുണ്ടാവും. ചക്കെ അത്ര വൃത്തികെട്ട രീതിയിലുള്ള അലിഗേഷൻസാണ് വന്നിട്ടുള്ളത്. കൊല്ലം സുധിയുടെ ലൈഫിലേക്ക് കയറി വരുന്ന ഒരു അവിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
അത് കഴിഞ്ഞിട്ടോ അദ്ദേഹം മരിച്ചതിന് ശേഷം ഹനാൻ ഒരു ശബ്ദ സന്ദേശം പുറത്തേക്ക് വിട്ടു. അത് കഴിഞ്ഞ് ഷെഫീന ബീവി ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ പുറത്തേക്ക് വിടുന്നു. പിന്നെ കാട്ടപരാധമാണെന്ന് ജനങ്ങൾക്ക് തന്നെ വ്യക്തമായ ബോധ്യമുണ്ട്. സബ്സ്ക്രിപ്ഷനും അതും ഇതൊക്കെ ആയിട്ട് ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. കറക്റ്റാണ്, നിങ്ങൾ ആ ചെക്കനെ ഒഴിവാക്കി കൊടുത്ത ആ ചെക്കൻ അത്രയും സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ വിളിച്ചില്ല, എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചില്ല. ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് കയറി ശല്യം ചെയ്യാൻ പോവരുത്, അത് ഞങ്ങൾക്ക് പറയുള്ളൂ, പോവരുത്. ചെക്കൻ സന്തോഷത്തോട് കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. അതിൻ്റെ ഇടയിലേക്ക് കയറി ചെന്നിട്ട് ചെക്കനൊരു ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയാണ്. അത് ഏറ്റവും നല്ലൊരു തീരുമാനമാണ് കേട്ടോ. രണസന ചെയ്തതിൽ ഏറ്റവും നല്ലൊരു തീരുമാനം അതാണ്. അവൻ്റെ പാട്ടിന് വിടുക. പണ്ട് നിങ്ങൾ ആ ചെക്കനെ കാരാഗ്രഹത്തിലേക്ക് അടച്ചിട്ടിട്ട് ലഹരിക്ക് അടിമയാക്കാൻ ശ്രമിച്ച ഒരു ശ്രമം ഉണ്ടല്ലോ, അന്നേ നിങ്ങൾ ഈ ചെക്കൻ ആ കൊല്ലത്ത് വീട്ടിൽ കൊണ്ടാക്കിയിരുന്നെങ്കിൽ നന്നായേനെ. കൊള്ളാം ചേച്ചി, കൊള്ളാം. ഇനി പുതിയൊരു ആൽബം വരുന്നുണ്ട് രണസുനയുടെ. ആൽബമല്ല, ഷോർട്ട് ഫിലിമാണ്. ഷോർട്ട് ഫിലിമിന്റെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിന്റെ പേര് ഞെക്കിപ്പിടി എന്നാണെന്നാണ്. വേണമെങ്കിൽ ഒന്ന് കണ്ടുവെക്കാം. എന്താ എക്സ്പ്രഷൻ? എടേ, അവിടുന്ന് എന്ത് കാണിച്ചാലും ഒന്നേ വരുള്ളൂ. ഇത് ഈ സാധനം ഇതിന്റെ അപ്പുറത്തേക്കൊന്നും വരില്ല. അല്ല, കുറച്ചേരം കൂടി അവിടെ വെക്കായിരുന്നില്ലേ? ചിലപ്പോൾ കുറച്ച് എക്സ്പ്രഷൻ വന്നാലാ. ഒറ്റ എക്സ്പ്രഷനേ ഉള്ളൂ, അത് പുച്ഛഭാവാണ്, ദേഷ്യഭാവാണ്. ഇതാണ് റൊമാൻറ്റിക്കിന്റെ പേരും പറഞ്ഞിട്ട് ഇടുന്നതും ഇത് തന്നെയാണ് സങ്കടത്തിന്റെ പേരും പറഞ്ഞിട്ടിടുന്നത് എന്നും. ഒരൊറ്റ എക്സ്പ്രഷൻ, പശു ചാണകിടാൻ നേരത്തുള്ള എക്സ്പ്രഷൻ. ഇമോഷൻ കൊടുത്തു മാക്സിമം കട്ട്. മതി. കെട്ടിപ്പിടിക്കൽ നമ്പർ 2. ഇമോഷൻസ് ഇട്ട് കൊടുക്കുന്ന പറഞ്ഞത്. ഏത് അണ്ണാക്കിലാന്നൊരു ക്യാമറ വെച്ചിട്ടുണ്ട് ഓൻ്റെ പെരടിക്ക് പുറത്താ. ഇമോഷൻസ് എവിടെ നിന്ന് കാണാനാ? രണസനയോടാണ് ഇമോഷൻ ഇടാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കുറെ ബുക്കറയിടും. എന്താണ് ഇതിൽ ആകെ കെട്ടിപ്പിടുത്താണല്ലോ. കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇഞ്ഞുണ്ട്. കളറ് പച്ചക്കല്ല, നീലയ്ക്ക ഞങ്ങൾ തല്ലുകൂടാറ്. ഞങ്ങൾക്ക് നീലയിലായി പ്രശ്നം. മസാല കൂടുതലായിനാ. കഴിച്ചിട്ടില്ലേ? നീലയ്ക്കാണ് മസാല കൂടുതൽ. നീലലൈസിന് കഴിച്ചിട്ടില്ലേ നിങ്ങൾ? ശരി, മസാലയാണ് കൂടുതൽ കഴിക്കുന്നത്. ഞാൻ മസാല കൂടുതലുള്ള കഴിക്കത്തുള്ളൂ. മസാല കൂടുതൽ റെഡിനല്ലേ? ബ്ലൂവിൽ തന്നെ അല്ലേ മസാല? ബ്ലൂ കേട്ടിട്ടില്ലേ? ബ്ലൂ ഫിലിം മസാല ഇപ്പൊ കുറെ കേൾക്കുന്നു ചേച്ചി. കുറെ ശബ്ദ സന്ദേശങ്ങൾ പുറത്ത് വരുന്നു. മസാല വിട കൊള്ളം ചേച്ചിക്ക് മസാല വല്ലാത്ത പിടിയാണ് കേട്ടോ. പിന്നെ നീലയിട്ടൊരു കളിയുമില്ല. ഈ സബ്സ്റ്റേഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? സബ്സ്റ്റേഷൻ എങ്ങനെ? സബ്സ്റ്റേഷൻ എന്തുവാടാ? എന്തുവാ സംഭവം? സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അതിന് സബ്സ്റ്റേഷൻ കാണും. അതാണ് നീ ഉദ്ദേശിക്കുന്നത്? സബ്സ്റ്റേഷൻ അതാണ്. സബ്സ്റ്റേഷൻ എന്തുവാ സംഭവം? നിനക്ക് ഇത്രയും നാളത്തെ മീഡിയ ഫീൽഡ് നടന്നിട്ട് നിനക്ക് സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് പറയാൻ പോലും അറിയത്തില്ല. നിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആരാ പറയണത് നോക്കണം. ആരാ ഒരു സാധനം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കുറെ കാലേ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. എന്താണ് സബ് പരമോഷനോ? അതെന്താ സബ് പരമോഷൻ? കരണ്ട് പോയല്ല. സബ് പരമോഷൻ പോലും പ്രൊമോഷൻ എന്നിട്ട് അറിയില്ലേ? ചോദിക്കട്ടെ ചേച്ചി, ചോദിക്കട്ടെ. ചെക്കൻ ചോദിച്ചത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള സാധനമാണ്. നിങ്ങളുടെ വിവരമില്ലായ്മയൊന്ന് ഊട്ടി ഉറപ്പിച്ചു നിന്നിട്ടുള്ളൂ. അത്രേ ഉള്ളൂ കേട്ടോ. വളരെ മോശം. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. അതൊരു ഭീഷണി അതുപോലെ ഒരു എന്നെ സംബന്ധിച്ച് അതൊരു വളരെ മാനസികവും ശാരീരികമായിട്ടുള്ള പീഡന ശ്രമമാണെന്ന് വരെ ഞാൻ പറയും. കാരണം അത്രയ്ക്ക് മോശം അനുഭവമായിരുന്നു എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാതാ ഒരു ഇത് ഞങ്ങൾ വിശ്വസിച്ച്. വിപിൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയും നിങ്ങളും ചേർന്ന് കളിച്ച ഒരു നാടകമാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്കൊരു സംശയമില്ല ആ വിഷയത്തിൽ. ഇപ്പൊ കൃത്യമായി മനസ്സിലായി. കാരണം വിപിൻലാൽ വെല്ലുവിളിച്ചിട്ടാണ് പോയത്. ഒരു ശബ്ദ സന്ദേശം ഞാൻ പുറത്തേക്ക് വിടും എന്ന് പറഞ്ഞുകൊണ്ട് ആ സാധനം ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. ഇനി ഇപ്പൊ ഞാൻ പറഞ്ഞ ഞെക്കിപ്പിടി എന്ന് പറഞ്ഞ ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ചെറിയ സീനാണ് ഇത്. ഡയറക്ടറും കൂടി അഭിനയിച്ച സീനാണ്. ഒന്ന് കണ്ടോക്കി. ഇത് രേണുസുതിയല്ലേ? മലയാള സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് താരം രേണുസുതി. ഒന്ന് ഓർത്തൂടെ? താൻ വിഷ്ണു നിങ്ങൾ ഒന്നിച്ചുള്ള റീജിയാണ് കണ്ടോ? അപ്പൊ അവരല്ലേ ഇവര് 24 മണിക്കൂർ ഈ മൊബൈലിൽ കുത്തി എന്റെ മുല്ലക്കൽ അമ്മയെ എനിക്ക് വട്ടായി. നമ്മുടെ ചെല്ലപ്പൻ ജോസ്യം പറഞ്ഞത് ശരിയാ. എനിക്കിപ്പം ശനിദശ. എന്റെ ഭഗവതിയെ
എന്നെ കാക്കണേ. എന്നാ ഒരു അഭിനയം നോക്കിയേ. എന്തായാലും രണസനൊക്കെ പറ്റിയ ടീമിനെ തന്നെയാണ് കേട്ടോ പരിപാടിക്കൊക്കെ കിട്ടുന്നത്. നല്ല പരിപാടി ആയിട്ടുണ്ട്, എന്തായാലും കൊള്ളാം. അപ്പൊ ഈ ഒരു പരിപാടിക്ക് പൈസ ഇറക്കിയ ആള് പറയേണ്ട ഡയലോഗാണ് ആള് പറഞ്ഞത്, എന്റെ പടച്ച തമ്പുരാനെ കാക്കണേ എന്നുള്ളത്. അപ്പൊ ഷെഫീൻ ഹബീബുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവർ പുറത്തുവിടുന്ന ശബ്ദ സന്ദേശങ്ങൾ വെറും ശബ്ദ സന്ദേശങ്ങൾ മാത്രമല്ലാതെ ഫോട്ടോസോ മറ്റുള്ള രേഖകളോ എവിഡൻസോ വരട്ടെ, അത് വന്നാൽ തീർച്ചയായിട്ടും തേച്ചൊട്ടിക്കും, ഒരു തർക്കവും വേണ്ട. അതല്ലാതെ ഞാൻ അവരുടെ മുഴുവൻ ശബ്ദ സന്ദേശമൊന്നും എൻ്റെ വീഡിയോയിൽ കൊണ്ടുവന്നില്ല. ഒരുപാട് മോശപ്പെട്ട രീതിയിലുള്ള സംസാരങ്ങൾ അതിലുണ്ട്. രണസുന പവിത്രയാണ് അല്ലെങ്കിൽ പവിത്രമതിയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് ഞാൻ പറയണമെന്നില്ല. അതൊക്കെ നിങ്ങളുടെ അഭിപ്രായത്തോട് തന്നെ ഞാൻ യോജിക്കുന്നു. പക്ഷേ എയർപോർട്ട് വഴി ഇങ്ങനെ ഗോൾഡ് കൊണ്ടുവരികയാണ് എങ്കിൽ അതെങ്ങനെ സാധിക്കുന്നു? ഇവിടെയുള്ള കസ്റ്റം ഓഫീസേഴ്സ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒരുപോലെ സഹായിക്കാതെ ഇത് നടക്കില്ല. ഇനി കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം, രാജ്യദ്രോഹ കുറ്റമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഞാൻ വക്കീലുമായി സംസാരിച്ചതാണ്, മനുഷ്യാവകാശ പ്രവർത്തകരുമായി സംസാരിച്ചതാണ്. അവരെല്ലാവരും പറയുന്നത് അങ്ങനെ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളി തന്നെയാണ് നിയമത്തിനോടും നമ്മുടെ രാജ്യത്തിനോടും. അത് രാജ്യദ്രോഹ കുറ്റമാണ്. തീർച്ചയായിട്ടും അതിന് നടപടിയെടുക്കുക തന്നെ വേണം. ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ എവിഡൻസോട് കൂടിയിട്ട് ആര് സമീപിച്ചാലും തീർച്ചയായിട്ടും ശബ്ദ സന്ദേശത്തിൽ പുറമെ എന്തുണ്ടെങ്കിലും നമ്മളത് ഷെയർ ചെയ്യുക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് അപ്പം എൻ്റെ ഒരു നിലപാടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവരും എൻ്റെ അഭിപ്രായത്തോട് യോജിക്കണം നിർബന്ധമൊന്നുമില്ല. ഇനിയും ഊളത്തരങ്ങൾ കാണിക്കുമ്പോൾ എടുത്തങ്ങ് ഊക്കി വിടും, അത്ര തന്നെ. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ്.